ട്രേഡേഴ്സ് ഗുഡ് ഈവനിങ്. ഇന്ന് ഏപ്രിൽ 8 ചൊവ്വാഴ്ച ദിവസം. അപ്പം ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഞാൻ ഇതിനു മുന്നേ എൻ്റെ ചാനലിൽ നമുക്ക് ഓപ്പണിംഗ് ഇൻസൈഡ് ബാർ ബ്രേക്ക് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ വന്നു കഴിഞ്ഞാൽ, സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ആ ഒരു ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ എങ്ങനെ നമുക്ക് ട്രേഡ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഇന്ന് ഈ വീഡിയോയിൽ ഇന്നത്തെ ദിവസം, അതായത് ഈ ഏപ്രിൽ 8 ചൊവ്വാഴ്ച ദിവസം നമുക്ക് ഓപ്പണിങ്ങിൽ ഈ ഒരു ഓപ്പണിംഗ് ഇൻസൈഡ് ബാർ ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജി വെച്ചിട്ട് നമുക്ക് എങ്ങനെ എൻട്രി എടുക്കാമായിരുന്നു എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമുക്ക് മാർക്കറ്റ് ഒരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ആയിട്ടാണ് ഓപ്പൺ ചെയ്തത്. ഏകദേശം നമ്മൾ പോയിന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 216 പോയിന്റ്സിന്റെ ഗ്യാപ്പ് അപ്പ് ആയിട്ടാണ് മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്തത്. ഓക്കെ, അതിനുശേഷം നമുക്കറിയാം, ഇതുപോലെ ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും രണ്ട് കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ളത്. ഒന്ന്, മാർക്കറ്റിലെ ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കാതെ മാർക്കറ്റ് താഴോട്ട് വരാം, അല്ലെങ്കിൽ ആ ഗ്യാപ്പ് അപ്പ് സസ്റ്റെയിൻ ചെയ്ത് മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോകും. ഈ രണ്ട് പോസിബിലിറ്റിയാണ് ഇതുപോലെ തൊട്ട് തലേദിവസത്തെ PDH മുകളിൽ ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ആയിട്ട്. നമുക്ക് ഇവിടെ ഗ്യാപ്പ് അപ്പ് സംഭവിച്ചിരിക്കുന്നത് PDH മുകളിൽ, അതായത് തൊട്ട് തലേദിവസത്തെ ഹൈക്ക് മുകളിലാണ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് സംഭവിച്ചിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ രണ്ട് പോസിബിലിറ്റിയാണ് നമുക്കുള്ളത്. ഒന്ന്, ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി താഴോട്ട് വരാം, അല്ലെങ്കിൽ ആ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് സസ്റ്റെയിൻ ചെയ്ത് അവിടെ തന്നെ ഒരു സൈഡ് വൈസ് ആയിട്ട് നിൽക്കാം, അല്ലെങ്കിൽ അവിടുന്ന് മുകളിലോട്ട് പോകാം. അത്രയ്ക്കും അൾട്രാ ബുള്ളിഷ് ആണെന്നുണ്ടെങ്കിൽ വീണ്ടും മുകളിലോട്ട് പോകും. ഇന്ന് മാർക്കറ്റ് ഓപ്പണിംഗിൽ സംഭവിച്ചത്, മാർക്കറ്റ് ഒരു ഇതിപ്പോ 1 മിനിറ്റ് ചാർട്ടാണ്. ഇപ്പൊ എന്റെ സ്ട്രാറ്റജി, ഞാൻ ഇൻസൈഡ് ബാർ ഓപ്പണിംഗ് ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജിയിൽ നമുക്കൊരു 1 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ്. ഇപ്പൊ ഞാൻ ആ സ്ട്രാറ്റജി എന്താണെന്നുള്ള ഇപ്പൊ ആ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ സ്ട്രാറ്റജി വീഡിയോ കൂടെ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ ആ വീഡിയോ കൂടെ കാണും. അതുകൂടാതെ ഞാൻ ഓരോ ദിവസവും ഈ ഒരു സ്ട്രാറ്റജി ട്രിഗർ ആയ ദിവസങ്ങളിലെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഞാൻ അതൊരു പ്ലേലിസ്റ്റ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ പ്ലേലിസ്റ്റും കൂടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ഇൻസൈഡ് ബാർ ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജിയെ പറ്റിയുള്ള ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ആ സ്ട്രാറ്റജി വീഡിയോ കാണുകയും ചെയ്യാം. ആ സ്ട്രാറ്റജി വീഡിയോ ആപ്ലിക്കബിൾ ആയിട്ട് അല്ലെങ്കിൽ ട്രിഗർ ആയിട്ടുള്ള ദിവസങ്ങളിലെ വീഡിയോസ് നിങ്ങൾക്ക് ആ പ്ലേലിസ്റ്റിൽ പോയി നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയും ചെയ്യാം. ഇന്ന് നമുക്ക് ഓപ്പണിംഗിൽ നമുക്ക് 1 മിനിറ്റ്, ഇപ്പൊ ഞാൻ നമ്മുടെ ആ റൂൾ പ്രകാരം 1 മിനിറ്റിൽ അല്ലെങ്കിൽ 5 മിനിറ്റിൽ നമുക്കൊരു ഇൻസൈഡ് ബാർ ഓപ്പണിംഗ് കിട്ടണം. ഇവിടെ നിങ്ങൾ 1 മിനിറ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു ഇൻസൈഡ് ബാർ ആണ് 1 മിനിറ്റിൽ നമുക്ക് ടൈം ഫ്രെയിമിൽ നമുക്ക് ഫോം ചെയ്തിരിക്കുന്നത്. നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് ഈ ഒരു 1 മിനിറ്റിൽ അല്ലെങ്കിൽ 5 മിനിറ്റിൽ ഇൻസൈഡ് ബാർ ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ മുകളിലോട്ട്, അതായത് ആ ഒരു റേഞ്ചിന്റെ ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്യണം അല്ലെങ്കിൽ ലോ ബ്രേക്ക് ഔട്ട് ചെയ്യണം. ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മളെ എൻട്രി ട്രിഗർ ആകുന്നത്, അതായത് ബ്രേക്ക് ഔട്ടിലല്ല നമ്മൾ എൻട്രി ട്രിഗർ ആകുന്നത്. നമ്മളെ എൻട്രി ട്രിഗർ ആകുന്നത് ഇൻസൈഡ് ബാറിന്റെ ബ്രേക്ക് ഔട്ടിൽ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗണിലല്ല എൻട്രി ട്രിഗർ ആകുന്നത്. പിന്നെയോ ഈ ബ്രേക്ക് ഔട്ടോ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗണോ ചെയ്തതിനു ശേഷം അതിന്റെ റീടെസ്റ്റ് നടക്കണം. ഇവിടെ ഈ ഒരു ഇൻസൈഡ് ബാർ ഫോം ചെയ്ത് ഓപ്പണിംഗിൽ ഗ്യാപ്പ് അപ്പിന് ശേഷം നമ്മൾ ഇവിടെ ആദ്യം സംഭവിച്ചിരിക്കുന്നത് ഹൈ അല്ല ബ്രേക്ക് ഔട്ട് ചെയ്തിരിക്കുന്നതിന് പകരം ഈ ഇൻസൈഡ് ബാറിന്റെ ക്യാൻഡലിന്റെ ഓപ്പൺ 1 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ക്യാൻഡലിന്റെ ലോ അല്ലെങ്കിൽ ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്യണം. അതാണ് നമ്മുടെ കണ്ടീഷൻ, ഫസ്റ്റ് കണ്ടീഷൻ. അതിനുശേഷം അതിന്റെ റീടെസ്റ്റ് നടക്കണം. ഇവിടെ ആദ്യം സംഭവിച്ചിരിക്കുന്നത് ലോ ബ്രേക്ക് ഡൗൺ ചെയ്തു. നമുക്ക് ഇനി എന്താ നമുക്ക് വേണ്ടിയത്? നമുക്ക് അതിന്റെ റീടെസ്റ്റ് വേണം. നമുക്ക് റീടെസ്റ്റ് എൻട്രി എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരം നമ്മളിപ്പം ഇത് പുട്ട് സൈഡിലോട്ട് എൻട്രി എടുക്കാൻ നമ്മൾ പ്രിപ്പയർഡ് ആയി. നമുക്കൊരു ഡയറക്ഷൻ കിട്ടിക്കഴിഞ്ഞു. അതായത് നമ്മൾ ഇപ്പൊ കോൾ സൈഡിലോട്ടല്ല എൻട്രി എടുക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം വേണ്ടതാണ്, നമ്മളൊരു എൻട്രി എടുക്കുന്നതിന് മുന്നേ നമുക്ക് കൺഫ്യൂഷൻ എന്താണ്, കോൾ സൈഡിലോട്ടാണോ അതോ പുട്ട് സൈഡിലോട്ടാണോ നമുക്ക് എൻട്രി എടുക്കണം എന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ. നമുക്ക് നമ്മുടെ കൺഫ്യൂഷൻ മാറി കിട്ടി. അതായത് ഓപ്പണിംഗ് ഇൻസൈഡ് ബാർ ഫോം ചെയ്തു, അത് ഓപ്പൺ ഇൻസൈഡ് ബാറിന്റെ ലോ ബ്രേക്ക് ഡൗൺ ചെയ്തു. നമ്മൾ റീടെസ്റ്റിന് വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, പുട്ട് സൈഡിലോട്ടാണ് നമ്മുടെ എൻട്രി. നമ്മൾ ഈ ഒരു ലെവലിന് അടുത്തായിട്ടുള്ള സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ 22,400. നമ്മൾ 22,400ന്റെ പിയുടെ ചാർട്ട് ആണ് ഇവിടെ കാണുന്നത്. നമുക്ക് ഇവിടെ ഏകദേശം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലോ ഇതാണ് ഓപ്പൺ 1 മിനിറ്റ് ക്യാൻഡലിന്റെ ലോ എന്ന് പറയുന്നത്. ഈ ലോ ബ്രേക്ക് ഡൗൺ ചെയ്തു. അതിനുശേഷം നമുക്ക് ഇതിന്റെ റീടെസ്റ്റ് നമുക്ക് വേണ്ടിയത്. നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു, അതായത് 10:15 അല്ലെങ്കിൽ 10:10 ഈ സമയത്തൊന്നും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഓപ്പൺ 1 മിനിറ്റ് ക്യാൻഡലിന്റെ ഇൻസൈഡ് ബാറിന്റെ
റീടെസ്റ്റ് പ്രോപ്പറായിട്ട് നടന്നിട്ടില്ല. പക്ഷേ ഇവിടെ വേറൊരു കാര്യമുണ്ട്. നിങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇത് 22,400 പിയുടെ ചാർട്ടാണ്. അപ്പം ഇവിടെ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക്ഔട്ട് ചെയ്തിട്ട്, അതായത് പ്രീമിയം ചാർട്ടിൽ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക്ഔട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കൃത്യം ആ ലെവലിൽ പ്രീമിയം ചാർട്ടിൽ സപ്പോർട്ട് എടുത്തു. അതായത് നിങ്ങളുടെ സമയം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും 10:12 അല്ലെങ്കിൽ 10:20 10:30. അപ്പം എക്സാക്ട്ലി അത് ഈ സമയമാണ്, അതായത് 10:12 10:30. വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രീമിയം ചാർട്ടിൽ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക്ഔട്ട് ചെയ്തിട്ട് ആ റെസിസ്റ്റൻസിന്റെ അവിടെ സപ്പോർട്ട് എടുക്കുമ്പോഴത്തേന് വേണമെങ്കിൽ എൻട്രി എടുക്കാം. അപ്പൊ ഇവിടെ എൻട്രി എടുത്തിരുന്നെങ്കിൽ, സപ്പോസ് ഇപ്പൊ ഈ 10:30 എൻട്രി എടുത്തിരുന്നെങ്കിൽ ഇവിടെ ഏകദേശം 140 രൂപയായിരുന്നു ഈ ഒരു സമയത്ത് ഈ ഒരു 22,400 പിയുടെ പ്രൈസ്. അപ്പം ഇവിടെ നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് റെസിസ്റ്റൻസ് ബ്രേക്ക്ഔട്ട് ചെയ്തിട്ട് ആ റെസിസ്റ്റൻസ് സപ്പോർട്ട് എടുത്ത ലെവലാണ്. അപ്പം ഇവിടെ നമ്മൾ എൻട്രി എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ഇട്ട് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും. അപ്പം സപ്പോസ് ഇപ്പം ഇവിടെ എൻട്രി എടുത്തിരുന്നെങ്കിൽ 140 രൂപയ്ക്ക് നമ്മൾ അവിടെ മേടിച്ചിരുന്നെങ്കിൽ ഇത് എവിടം വരെ പോയി നോക്കുക, അതായത് 230 വരെ പോയി. അപ്പം ഏകദേശം നമുക്ക് 90 രൂപയുടെ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഇത്. ഇനി സപ്പോസ് ഇപ്പൊ നമുക്ക് ഇവിടെ മിസ്സായെന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, അതായത് ഇവിടുന്ന് താഴോട്ട് വന്നു, ഇത് വീണ്ടും താഴോട്ട് പോകുമോ, അല്ലെങ്കിൽ വീണ്ടും കയറിപ്പോയി വീണ്ടും താഴോട്ട് വന്നു. ഇപ്പൊ ഇവിടെ മിസ്സായെന്ന് വിചാരിക്കുക. വീണ്ടും നമുക്ക് മാർക്കറ്റ് ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെ തന്നു. അത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ 11:10 ആയപ്പോഴത്തേക്ക് മാർക്കറ്റ് നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെ തന്നു. അപ്പൊ നമുക്ക് ആ സമയം നമുക്ക് നോക്കാം അവിടെ എന്താണ് സ്പോട്ട് ചാർട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. അതായത് കൃത്യമായിട്ട് ആ സമയത്ത് ഇതുണ്ടോ, ഇവിടെ 10:12 10:30 ശരിക്കും പറഞ്ഞാൽ ഓപ്പണിംഗ് ഇൻസൈഡ് ബാറിന്റെ ലോയില് റീടെസ്റ്റ് നടത്തിയില്ല. കറക്റ്റ് റീടെസ്റ്റിംഗ് നടത്തിയ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 11:10 സമയത്താണ്. അപ്പം ഇവിടെ നമുക്ക് എടുക്കാൻ മിസ്സായി, ഇവിടെ എടുക്കാൻ മിസ്സായി, രണ്ടാമത്തെ ഓപ്പർച്യൂണിറ്റി മിസ്സായി, മൂന്നാമതൊരു ഓപ്പർച്യൂണിറ്റി കൂടെ നമുക്ക് മാർക്കറ്റ് തരുവാണ്. അതായത് നിങ്ങൾ വേറൊരു കാര്യം ഇവിടെ മനസ്സിലാക്കണം. അതായത് നമ്മുടെ ഈ ലോയിൽ നിന്നും എന്തുമാത്രം താഴോട്ട് മാർക്കറ്റ് പോന്നിട്ടുണ്ടോ, ഇപ്പം ഇത്രയും താഴോട്ട് പോന്നു. അപ്പം അതിനുശേഷം തിരിച്ച് വീണ്ടും കയറി വരുമ്പോഴത്തേനും ഇവിടെ റീടെസ്റ്റിൽ റെസിസ്റ്റൻസ് എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് എന്തുമാത്രം താഴോട്ട് പോയിരുന്നോ അത്രയും അത് കഴിഞ്ഞിട്ട് തിരിച്ച് മേലോട്ട് കയറി വരുമ്പോഴത്തേനും വീണ്ടും ഇവിടുന്ന് ഒരു റെസിസ്റ്റൻസ് വന്നിട്ട് താഴോട്ട് പോരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടുന്ന് നമ്മൾക്കൊരു അതായത് ആദ്യം സംഭവിച്ചത് എന്താണ്, അതായത് ആദ്യത്തെ ഫോൾ എന്ന് പറഞ്ഞാൽ ഇവിടം വരെ വന്നിട്ടാണ് മാർക്കറ്റ് ഒരു റീടെസ്റ്റ് നടത്തിയിരിക്കുന്നത്, അല്ലേ? അതിനെ കഴിഞ്ഞ് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു ലോയിൽ നിന്നും റെസിസ്റ്റൻസ് എടുത്തിട്ട് വീണ്ടും താഴോട്ട് പോകാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ അതായത് താഴോട്ട് പോന്നിട്ട് മേലോട്ട് കയറി വരുമ്പോഴത്തേനാണ് വീണ്ടും താഴോട്ട് പോകാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ. അപ്പൊ അതുകൊണ്ട് മാക്സിമം ഈ ലെവലിൽ നിന്നും എന്തുമാത്രം ദൂരോട്ട് പോയിട്ടുണ്ടോ അവിടുന്ന് തിരിച്ചു കയറി വരുമ്പോഴത്തേനാണ് നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. അപ്പം ഈ ഒരു 10-11 അല്ല 13 സമയത്ത് നമ്മൾ പ്രീമിയം ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും 140 ലെവലിൽ നമുക്ക്, അല്ല 138 ലെവലിൽ നമുക്ക് ഒരു എൻട്രി എടുക്കാമായിരുന്നു. അവിടെ നിന്ന് വീണ്ടും ആ ഒരു സെയിം ലെവൽ നമുക്ക് വീണ്ടും കവർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി മാർക്കറ്റ് തന്നു. അപ്പം ഇതാണ് നമുക്ക് മോർണിംഗിൽ ഞാൻ ഈ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഓപ്പൺ ഇൻസൈഡ് ബാർ ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജി വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമായിരുന്ന, അതായത് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് എടുക്കാൻ പറ്റുമായിരുന്ന ഒരു എൻട്രി എന്ന് പറയുന്നത് ഈ ഓപ്പണിംഗ് ഇൻസൈഡ് ബാർ ബ്രേക്ക്ഔട്ട് അതിന്റെ റീടെസ്റ്റ് സമയത്ത് നമുക്ക് ഒരു അടിപൊളി ഒരു എൻട്രി എടുക്കാമായിരുന്നു. നിയർലി നമുക്ക് 90 പോയിന്റ്സ് ആണ് നമുക്ക് പ്രീമിയത്തിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. നമ്മുടെ സ്റ്റോപ്പ് ലോസ് മാക്സിമം ഒരു 7 തൊട്ട് 10 പോയിന്റ്സ് വരെ. അപ്പം 90 രൂപ എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് റിസ്ക് റിവാർഡ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതായത് 1:8, 9 ആ ഒരു റേഞ്ചിൽ നമുക്ക് റിസ്ക് റിവാർഡ് കിട്ടുന്ന ഒരു അടിപൊളി ഒരു സെറ്റപ്പാണ് ഈ ഓപ്പൺ ഇൻസൈഡ് ബാർ ബ്രേക്ക്ഔട്ട് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സ്ട്രാറ്റജി മാത്രം, അല്ലെങ്കിൽ ഈ ഒരു സെറ്റപ്പ് മാത്രം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, അതായത് മിക്കവാറും മാർക്കറ്റിന് ഓപ്പണിംഗിൽ മിക്ക ദിവസങ്ങളിലും സംഭവിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു സെറ്റപ്പാണ് ഈ ഓപ്പണിംഗിൽ ഇൻസൈഡ് ബാർ ഒരു ഫോർമേഷൻ. അപ്പം അതിന്റെ ബ്രേക്ക്ഔട്ട്, അത് മുകളിലോട്ട് ബ്രേക്ക്ഔട്ട് ചെയ്യാം അല്ലെങ്കിൽ താഴോട്ട് ബ്രേക്ക്ഔട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ എൻട്രി ട്രിഗർ വന്നപ്പോഴാണ് ഇത് ബ്രേക്ക്ഔട്ടോ മുകളിലോട്ടോ താഴോട്ടോ ബ്രേക്ക്ഔട്ടോ ബ്രേക്ക് ഡൗണോ ചെയ്തതിനു ശേഷം റീടെസ്റ്റിലാണ് നമുക്ക് എൻട്രി എടുക്കേണ്ടത്. അപ്പം നിങ്ങളും ഈ ഒരു നിങ്ങളുടെ ചാർട്ടിൽ ഈ ഒരു കാര്യം ഇത് സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ നോക്കുക.
അപ്പം ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പ്ലേലിസ്റ്റിന്റെ ലിങ്ക് കൂടെ കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇതിന് മുന്നേ ഈ സ്ട്രാറ്റജി ഞാൻ വളരെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന സ്ട്രാറ്റജി വീഡിയോ പ്ലസ് ആ സ്ട്രാറ്റജി പ്രകാരം ഏതൊക്കെ ദിവസങ്ങളിലാണ് അതിന് ശേഷം മാർക്കറ്റിൽ ഓപ്പണിങ്ങിൽ ഈ ഒരു സ്ട്രാറ്റജി ട്രിഗർ ആയിട്ടുള്ളത് ആ ദിവസങ്ങളിലെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഒത്തിരി ദിവസങ്ങളിലെ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് നോക്കാനും പറ്റും, പഠിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ വളരെ മുഴുവനായിട്ടും നിങ്ങൾ കാണുക. അത് നിങ്ങൾ ഈ ഒരു സിമ്പിൾ റൂളാണ്. നമ്മളിവിടെ വേറെ ഇൻഡിക്കേറ്ററോ വേറെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല. സിമ്പിൾ പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് നമുക്ക് ഓപ്പണിങ്ങിൽ തന്നെ നല്ല പ്രീമിയത്തിൽ നല്ല പോയിന്റ്സ് ക്യാപ്ചർ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു വീഡിയോ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.